السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس آني، وليس لي عمل ألقى الأليم به سوى محبتك العظمى وإيماني. ومتى أفوز بنظرة يا سيدي، ومتى أكهل من ثراك جفوني. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ വേദിയിലും സദസ്സിലും സന്നിഹിതരായ ഉസ്താദുമാർ, പ്രിയം നിറഞ്ഞ കാരണവന്മാർ, മുതല്ലിം സുഹൃത്തുക്കൾ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ സ്വീകരിക്കാൻ ആത്മീയ സന്തോഷത്തോടുകൂടി നാം ഒരുങ്ങി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരുമിച്ച് കൂടിയ നമ്മെ അല്ലാഹു ഈ മജ്‌ലിസ് നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനന്ത വിശാലമായ സ്വർഗ്ഗലോകത്ത് ഒരുമിപ്പിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന പരിശുദ്ധമായ ഈ വർഷത്തെ മീലാദ് ക്യാമ്പയിൻ സമുചിതമായി ആഘോഷിക്കുവാനും അതുവഴി സയ്യിദുൽ വജൂദി നൂറുൽ കൗനൈൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം സമ്പാദിക്കുവാനും മുത്തനബി തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടാനും അല്ലാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ. വളരെ സന്തോഷത്തോടു കൂടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അകക്കൽബിന്റെ അന്തരാളങ്ങളിൽ ഈമാനിന്റെ അംശം ഉള്ളവർക്ക് മുഴുവൻ ഇന്ന് മഗ്‌രിബ് മുതൽ ഒരുപക്ഷെ മാസം കണ്ടാൽ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും എന്തെന്നില്ലാത്തൊരു അനുഭൂതികളിലേക്ക് നാം കടക്കുകയാണ്. അതിനുള്ള ഒരേ ഒരു കാരണം ലോക നേതാവ് വിശ്വാസജനകോടികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന സയ്യിദുൽ വജൂദി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ജന്മദിനം ഉൾപ്പെടുന്ന മാസമാണ് റബീഉൽ അവ്വൽ എന്നതാണ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഈ ഒരു സദസ്സ് നേരത്തെ ഉസ്താദുമാർ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ ഇത് കേവലം കൂടിപ്പിരിയാനുള്ള ഒരു മജ്‌ലിസ് അല്ല, ഇത് കേട്ട് പോകാനുള്ള ഒരു വേദിയോ പ്രഭാഷണമോ അല്ല, ഇതൊരു സാധാരണ പ്രമേയവും അല്ല ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. സാധാരണ എന്നതുപോലെ നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും നൂറുൽ കൗനൈൻ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പ്രകാശമായ
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി ഓരോ ദിവസവും പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും കോഴിക്കോട് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്തൊരു നേതാവിനുമില്ലാത്ത സമാനതകളില്ലാത്ത ഒരു വ്യക്തിത്വമാണ്, സമ്പൂർണതയുടെ അടയാള സാക്ഷ്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയാത്ത, പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഒരു അധ്യായമാണ് തിരു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും നന്നായി പഠിക്കണം എന്നതാണ്. യഥാർത്ഥത്തിൽ വളരെ ഖേദകരമായ ഒരു കാര്യം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മളാരും പഠിക്കുന്നില്ല എന്നതാണ്. ഒരു പുസ്തകമെങ്കിലും ഈ റബീഉൽ അവ്വലിൽ വായിക്കണമെന്ന് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചപ്പോൾ മനസ്സുകൊണ്ട് ഏറ്റെടുക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. മലയാളത്തിൽ നമുക്ക് ലളിതമായ ഭാഷയിൽ വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ എഴുതപ്പെട്ട എത്രയോ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ഗ്രന്ഥം ഒരാവർത്തിയെങ്കിലും വായിക്കാൻ പ്രിയമുള്ളവരെ നാം മനസ്സ് കാണിക്കണം എന്നതാണ് നിങ്ങളോടെല്ലാവരോടും ഈ പ്രഭാഷണത്തിന്റെ ആമുഖത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്നത്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയ്യീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്നത് ലോകത്ത് പൗരുഷം പ്രാപിച്ച ഏതെങ്കിലും ഒരു പുരുഷനിലേക്ക്, മകനിലേക്ക് ചേർത്തുകൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കേണ്ടത്. വലാകിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയ്യീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന്റെയും ആകാശഗംഗകളിലെ അത്യത്ഭുതങ്ങളെയും ഈ ഭൗമലോകത്തെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും സാകല്യങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ റസൂൽ ആണ് എന്ന ഒരു അടിസ്ഥാനത്തിൽ വേണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കാൻ. നബി തങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞുപോയ ഒരു വിപ്ലവകാരി മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എഴുതപ്പെട്ട യൂറോപ്പിൽ നിന്നും വന്ന എത്രയോ എഴുത്തുകളുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്ന നേരം ചില എഴുത്തിന്റെ ശകലങ്ങളിലൂടെ പോയപ്പോൾ ആൻ മേരി സിമ്മൽ എന്ന് പറയുന്ന ഒരു സഹോദരി എഴുതിയ മനോഹരമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ്. എത്ര സമഗ്രമായി, എത്ര സൂക്ഷ്മമായിട്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ വായിക്കാൻ പഠിച്ചത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന വിപ്ലവകാരിയെ കുറിച്ച്, സാമൂഹ്യ പരിഷ്കർത്താവിനെ കുറിച്ച് എഴുതിയതല്ല ഞാൻ പറയുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അപ്രോച്ചിൽ എഴുതിയ ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. മാർട്ടിൻ ലിങ്സ് എന്ന് പറയുന്ന എഴുത്തുകാരൻ പ്രൊഫറ്റ് മുഹമ്മദ് ഫ്രം ദ ഇയർലിയസ്റ്റ് സോഴ്സസ് എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അഥവാ സ്വഹീഹുൽ ബുഖാരി പോലെയുള്ള പ്രാമാണികമായ മതഗ്രന്ഥങ്ങളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കൃത്യമായി പഠിച്ച് വിശകലനം ചെയ്ത് എഴുതിയ ഒരു കൃതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൃതി. അങ്ങനെ ധാരാളം കൃതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മുഅ്മിനീങ്ങൾ, നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി പഠിക്കണം എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിസ്റ്റോറിസിറ്റി ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് എന്ന ഒരു പഠന ശാഖ തന്നെ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് എന്ന് നമുക്ക് കാണാം. അഥവാ നബി തങ്ങളുടെ ചരിത്രപരത. ഞാനതിലേക്ക് ദീർഘമായി കടന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലോകത്ത് ലോക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്നു ഇന്ന കാലഘട്ടത്തിൽ, ഇന്ന നൂറ്റാണ്ടിൽ, ഇന്ന ദേശത്ത്, ഇന്ന ഗോത്രത്തിൽ, ഇന്ന ഗ്രാമത്തിൽ, 4-ാം വയസ്സിൽ ഇന്ന ഗ്രാമത്തിലായിരുന്നു, 4-ാം വയസ്സിൽ
1 മാസം പിന്നിട്ടപ്പോൾ ഇവിടെയായിരുന്നു, പിന്നീട് ഇങ്ങോട്ട് പോയി, പിന്നീട് അങ്ങോട്ട് പോയി. ഏത് വയസ്സിലാണ് സിറിയയിലേക്ക് യാത്ര പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷൈമ എന്ന് പറയുന്ന ഹലീമ ബീവിയുടെ മകൾ തൊട്ടിലാട്ടി കൊടുക്കുമ്പോൾ ഏത് പാട്ടാണ് താരാട്ട് പാട്ടായി പാടിയിരുന്നത് എന്നതുവരെ ചരിത്രത്തിനറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ അവിടുത്തെ താടി രോമങ്ങളിൽ എത്ര രോമങ്ങളാണ്, നരച്ച രോമങ്ങൾ ഉണ്ടായിരുന്നത് എന്നതുവരെ ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അൽ ഇസാബ ഫീ തംയീസ് സഹാബ എന്ന ഒരു ഗ്രന്ഥമുണ്ട്. മഹാനരായ വലിയ മുഹദ്ദിസായ അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന് ആ ഗ്രന്ഥത്തിൽ നൂറുകണക്കിന്, ആയിരക്കണക്കിന് സ്വഹാബത്തിന്റെ ചരിത്രം. ഏത് സ്വഹാബത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ക്രോഡീകരിക്കാൻ മാത്രം നിയോഗിക്കപ്പെട്ട സ്വഹാബത്ത്. സ്വഹാബത്തിന്റെ നിയോഗം യാദൃശ്ചികമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനക്കങ്ങളും സംഭാഷണങ്ങളും കിടത്തങ്ങളും മൗനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചാലതയും യുദ്ധ സമീപനവും സൗമ്യഭാവവും എല്ലാം കൃത്യമായി പകർത്തിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന് പ്രകാശിപ്പിച്ചിട്ടുണ്ട് സ്വഹാബത്ത്. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ അറിയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 4 വിജ്ഞാന ശാഖകൾ. ഒന്ന് സീറത്തുൻ നബി, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ചരിത്രം, നബി തങ്ങളുടെ ജീവചരിത്രം. രണ്ടാമതായി ഖസായിസുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായ പ്രത്യേകമായ ഒരു നബി എന്ന അർത്ഥത്തിൽ നബിക്കുള്ള പ്രത്യേകതകളെ കുറിച്ച് പഠിക്കുന്ന വിജ്ഞാന ശാഖ. മൂന്നാമതായി ശമാഇലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക വൈശിഷ്ട്യങ്ങൾ, നബി തങ്ങളുടെ സ്വഭാവ മഹിമകൾ, അവിടുത്തെ രീതികൾ, അവിടുത്തെ മുഖം എങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഉള്ളു ചുകന്ന വെള്ള നിറം നബി നീണ്ടവരല്ല എന്ന മലയാളത്തിൽ കവികൾ, മഹാന്മാരായ ഉസ്താദുമാർ പാട്ടുപാടിയത് ആ ശമാഇലിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ്. നാലാമതായി ദലായിലുൻ നുബുവ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ സാക്ഷ്യങ്ങൾ, തെളിവുകളായി നമുക്ക് വായിക്കാൻ കഴിയുന്ന നിരവധിയായ അധ്യായം. ഇങ്ങനെ വൈജ്ഞാനികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുമ്പോൾ കൃത്യമായി നബി തങ്ങളെ പഠിക്കാൻ നമ്മുടെ മുന്നിൽ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മലയാളത്തിൽ നിന്നും ബഹുമാനപ്പെട്ട കലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ മുസ്ലിയാർ എന്ന് പറയുന്ന ജീവിച്ചിരിക്കുന്ന വലിയ ഒരു പണ്ഡിതൻ, നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ ബാബ ഉസ്താദ് എഴുതിയ സയ്യിദുൽ ബശർ എന്ന് പറയുന്ന ഒരു മനോഹരമായ ഗ്രന്ഥമുണ്ട്. മുതഅല്ലിമീങ്ങൾ അത് മുതാലഅ ചെയ്യൽ നന്നായിരിക്കുമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. സംക്ഷിപ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രത്തെ അടയാളപ്പെടുത്തിയ ഒരു ഗ്രന്ഥം. പ്രിയമുള്ള സഹോദരന്മാരെ, ഇങ്ങനെ പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയാത്ത അത്രയും വിശാലമായ അധ്യായമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ അവസരം ഉപയോഗപ്പെടുത്തി വളരെ നല്ല രീതിയിൽ ഇതിന്റെ സംഘാടകർ പരിപാടികൾ ഒരുക്കി, വ്യത്യസ്തമായ പദ്ധതികൾ ഒരുക്കി, ഇങ്ങനെ മുന്നോട്ട് കേവലം ഒരു ആഘോഷമായി കഴിഞ്ഞു പോകാനുള്ളത് മാത്രമാകരുത് ഈ റബീഉൽ അവ്വൽ. മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും മാനസാന്തരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കാൻ ആവശ്യമായ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്ത വരാനിരിക്കുന്ന റബീഉൽ അവ്വലിൽ നമ്മൾ ആരൊക്കെ ഉണ്ടാകും എന്നതിന് ഒരു നിശ്ചയവുമില്ല. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇത് കേവലം കേട്ടുപോകാനുള്ള പ്രമേയമല്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുങ്ങുക, നമ്മളെല്ലാവരും തയ്യാറാവുക. അഹിയാ റബീഅൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി
جهنم في غدي ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബീഉൽ അവ്വൽ വരുമ്പോൾ വിശ്വാസ മാനസങ്ങൾ മുഴുവനും ആനന്ദത്തിലാണ്, ആവേശത്തിലാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ആകാശങ്ങൾ പ്രകാശിക്കുകയാണ്, ഭൂമി ഒരുങ്ങുകയാണ്. ഈ ലോകത്ത് ഈമാനിന്റെ അംശമുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ഒരുങ്ങി തയ്യാറാവുകയാണ്. അഹ്യാ റബീഅൽ ഖൽബി, ഖൽബിന്റെ വസന്തത്തെ തൊട്ടുണർത്തിയിരിക്കുന്നു ശഹ്റുൽ മൗലിദി. ഈ മൗലിദിന്റെ മാസം എന്ന് പറയുന്ന ഈ റബീഉൽ അവ്വൽ കുല്ലൽ അനാമി ബി ദിക്രി മൗലിദി അഹ്മദി, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിക്റു അഹ്മദ് കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയൽ കൊണ്ട് ലോകത്തിന് മുഴുവനും ആനന്ദം ലഭിക്കുകയാണ്, ലോകത്തിന് മുഴുവനും ആവേശം ലഭിക്കുകയാണ്. കാരണം ഇത് നൂറുൽ കൗനൈനാണ്, ഇത് നൂറുൽ കായിനാത്ത്, ഇത് ലോക നേതാവാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്നത് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരാണ്? ഖുർആൻ പലതവണയും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രയോഗം ഇങ്ങനെയാണ്: അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം ശരീരത്തെക്കാൾ മുഅ്മിനീങ്ങൾക്ക് മുത്തുനബി തങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വന്തം എന്റെ ശരീരത്തെക്കാൾ എനിക്ക് ബന്ധപ്പെട്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു ട്യൂബൻ പ്രയോഗമല്ല, ഒരിക്കലും നടപ്പിൽ വരാത്ത ഒരു സംവിധാനമല്ല, ഒരു ചരിത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ, മഹാന്മാരായ സഹാബാക്കളുടെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് വരുമ്പോൾ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിച്ച ആയിരക്കണക്കിന് സ്വഹാബാക്കളുടെ ജീവിതം ഈ സാധുവായ എനിക്ക് ഇവിടെ നിന്ന് നിങ്ങളോട് പറയാൻ കഴിയും. ലോകത്തൊരു നേതാവിനെ കുറിച്ചും അങ്ങനെ ഒരു വർത്തമാനമില്ല, ലോകത്തൊരു നേതാവിനെ കുറിച്ചും അങ്ങനെ ഒരു സംഭാഷണമില്ല, ലോകത്തൊരു നേതാവിനെ കുറിച്ചും ഇങ്ങനെ പറയാൻ ലോകത്തൊരാൾക്കും ധൈര്യപ്പെടാത്ത വിധം അത്രമേൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളുടെ ശരീരത്തെക്കാൾ അവരോട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്റെ ശരീരത്തിൽ ഒരു അവയവത്തിൽ മുറിവുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അറിയുന്ന ആള് ഞാനായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും ഞാനായിരിക്കും. എന്നാൽ എന്റെ ശരീരത്തിലുള്ള ഈ മുറിവിനേക്കാൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരാകൃതിയെ കുറിച്ച്, അവിടുത്തെ മുഖത്തെ കുറിച്ച്, അവിടുത്തെ ചലനങ്ങളെ കുറിച്ച് അറിയണമെന്ന് പറയുമ്പോ അത് അപ്രായോഗികമല്ല, നടക്കാത്ത കാര്യമല്ല. മഹാനരായ സ്വഹാബത്തിന്റെ ജീവിതം മുഴുവനും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ശമാഇൽ പഠിക്കേണ്ടത്, ശമാഇലുർ റസൂൽ പഠിക്കേണ്ടത്. നബി തങ്ങളുടെ രൂപലാവണ്യം എങ്ങനെയായിരുന്നു, നബി തങ്ങളുടെ സൗന്ദര്യം എങ്ങനെയായിരുന്നു, ഇത് പഠിക്കാൻ മാത്രം ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് കൂട്ടുകാരെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ശരീരത്തെക്കാൾ മുഅ്മിനീങ്ങൾക്ക് ബന്ധപ്പെട്ട നേതാവാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നതായി കാണാം: വദഅതുഹും നുഫൂസുഹും ഇലാ ശൈഇൻ, നമ്മുടെ സ്വന്തം ശരീരം, കൂട്ടുകാരെ ചിന്തിക്കണേ, നമ്മുടെ സ്വന്തം ശരീരം ഒരു വിഷയത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചാൽ, വന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ ശൈഇൻ ആഖറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു വിഷയത്തിലേക്ക് ക്ഷണിച്ചാൽ
വകാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔലാ ബിൽ ഇജാബ. നബി തങ്ങൾക്കാണ് നമ്മൾ ഉത്തരം നൽകേണ്ടതെന്ന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ശരീരം നമ്മളെ ക്ഷണിക്കുന്നത് തെറ്റുകളിലേക്കല്ലേ, ഹറാമുകളിലേക്കല്ലേ? നമ്മുടെ കൈവെള്ളയിൽ മിന്നിമറയുന്ന സ്ക്രീനുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോ ആ സ്ക്രീനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈകാരിക തലം നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് കൂട്ടുകാരാ? അത് ഹറാമായ ചിത്രങ്ങളിലേക്കല്ലേ? പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളെ കൊണ്ടുപോകുന്നത് ആധുനികത ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യബോധം എന്ന് പറയുന്നത് അത് ഹറാമായ ചിന്തകളിലേക്കല്ലേ? സോഷ്യൽ മീഡിയ സംസ്കാരത്തിൽ അടിമപ്പെട്ടുകൊണ്ട് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് ഒരു ദിവസം പോലും ഹറാമ് കാണാത്ത നാടുകളില്ലാത്ത വിധം നമ്മുടെ കൈവെള്ളകൾ അതപ്പതിച്ചു പോയില്ലേ? നമ്മൾ ഹറാമിലേക്കുള്ള ദൂരം കുറഞ്ഞു പോയില്ലേ? നമ്മൾ ഹറാമ് ചെയ്യുന്നത് അത് ലളിതമായി വായിക്കപ്പെടുന്ന ഒരു കാലമല്ലേ? ഈ കാലത്ത് നമ്മളെ ക്ഷണിക്കുന്ന നേതാവ് വകാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔലാ ബിൽ ഇജാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധം എന്ന് പറയുന്നത് അത് നബി തങ്ങൾക്കാണ് നമ്മൾ ഉത്തരം നൽകേണ്ടത്. ഇവിടെ നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത് നമ്മുടെ ജീവിത പരിസരത്തേക്കാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അനക്കങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അംശത്തിലും ഇടപെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ക്രമത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ ശ്വാസനിശ്വാസങ്ങളിൽ ഇടപെടുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാതെ കേവലം ഒരു പ്രഖ്യാപനം നടത്തിപ്പോയ നേതാവല്ല, അല്ലാതെ കേവലം ഒരു ആഹ്വാനം ചെയ്തുകൊണ്ട് പോയ നേതാവല്ല. നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങളിലേക്ക്, കർമ്മങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇടപെടുന്ന മേഖലകൾ പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായി, നമ്മുടെ വീടുകളിൽ നടക്കുന്ന കല്യാണങ്ങൾ മുതൽ, നമ്മുടെ വീടുകളിൽ നടക്കുന്ന ആഘോഷങ്ങൾ മുതൽ, നമ്മുടെ ചാറ്റിങ്ങിലും ചീറ്റിങ്ങിലും നമ്മുടെ ഇടപെടലുകളിൽ മുഴുവൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് സഹോദരിമാരെ, നമ്മുടെ ഓരോ അനക്കങ്ങളിലും, നമ്മുടെ ഓരോ ചലനങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് ഇഷ്ടമാണോ എന്നത് ആലോചിക്കണം. എന്റെ നേതാവ് ഇത് വേദനിക്കുന്നുണ്ടോ? എന്റെ നേതാവിന് ഇഷ്ടമാണോ എന്നാലോചിക്കാനുള്ള ശേഷി നമുക്ക് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ശരീരത്തെക്കാൾ പ്രണയിച്ച നൂറുകണക്കിന് സ്വഹാബത്തിന്റെ ചരിത്രം നമുക്ക് പറയാൻ കഴിയും, ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിക്കാൻ കഴിയും. നിങ്ങൾക്കറിയോ മഹാനരായ തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനരായ സ്വഹാബി സ്വന്തം ശരീരത്തെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. ഇത് ഏതെങ്കിലും പുരാണങ്ങളിലെ കഥാപാത്രമല്ല. 1400 പരം വർഷങ്ങൾക്ക് മുമ്പ് മക്ക എന്ന് പറയുന്ന പ്രദേശത്ത്, മദീന എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിച്ച നമ്മളെപ്പോലെ ശരീരവും മജ്ജയും മാംസവുമുള്ള തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയുമോ? ഉഹദിന്റെ രണഭൂമിയിൽ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന്റെ തീക്ഷ്ണമായ ഒരു പരിസരമാണ്. ആ യുദ്ധത്തിന്റെ തീക്ഷ്ണാനുഭവത്തിൽ ചുറ്റുപാടുമുള്ള സഹാബത്ത് ഛിന്ന ഭിന്നമായി പോയി. ദീർഘമായ ചരിത്രമാണ്, ഞാനത് പറയുന്നില്ല. ജബലുർ റുമാത്തിൽ അവിടെ നിശ്ചയിച്ച ആളുകൾ യുദ്ധം കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് യുദ്ധഭൂമിയിലേക്ക്
ഇറങ്ങിയപ്പോ മുസ്ലിമീങ്ങൾ ഒരു പരാജയത്തിന്റെ ഭീതിയിലേക്ക് വന്നു. ഒരിക്കലും മുസ്ലിമീങ്ങൾ അതിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ചരിത്രവിരുദ്ധമാണ്. യുദ്ധത്തിന്റെ മധ്യസമയത്ത് ചില പരാജയ ഭീതികൾ ഉണ്ടായിരുന്നു എന്നത് ശരി. യുദ്ധത്തിൽ കൂടുതൽ ആളുകൾ മുസ്ലിമീങ്ങൾ മരണപ്പെട്ടു എന്നത് ശരി. ആത്യന്തികമായി മുസ്ലിമീങ്ങളാണ് ആ യുദ്ധത്തിൽ വിജയിച്ചത്. ആ ഉഹദിന്റെ രണാങ്കണത്തിൽ മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റപ്പെടുന്ന ഒരു സന്ദർഭം വന്നപ്പോൾ എണ്ണപ്പെട്ട സ്വഹാബാക്കളെ നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴേക്കും പല ഭാഗങ്ങളിലേക്കും പേടിച്ചുപോയി. ശത്രുക്കൾ തെറ്റിദ്ധാരണ പരത്തി. അപ്പോഴാണ് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്. ഏത് ത്വൽഹത്താണിത്? സഅദിൻ സഈദിൻ ദുബൈരിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ ആസിരിൽ കറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മുത്തുനബി തങ്ങൾ സ്വർഗ്ഗം കൊണ്ട് വിശേഷം അറിയിക്കപ്പെട്ട വത്വൽഹത്തും ഫിൽ ജന്ന, ത്വൽഹത്തെ സ്വർഗ്ഗത്തിലാണ് കേട്ടോ എന്ന് നേരെ നബി തങ്ങളുടെ റിസാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ നേതാവാണ്, അനുയായിയാണ് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി. ആ സ്വഹാബി നബി തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് ശത്രുക്കൾ ഇങ്ങനെ അമ്പെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോ നബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ നബിയേ, നഹരി ദൂന നഹരിക യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങയുടെ ശരീരത്തിലേക്ക് ഒരു അമ്പ് തറക്കണമെങ്കിൽ ഈ ത്വൽഹത്തിന്റെ ശരീരത്തിന്റെ ഉള്ളിലൂടെ കടന്നിട്ടല്ലാതെ നബിയെ അങ്ങയുടെ ശരീരത്തിലേക്ക് അമ്പ് വരൂല കേട്ടോ എന്ന് പറഞ്ഞ നേതാവിന്റെ പേരാണ് ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ പലായനത്തിന്റെ ഘട്ടത്തിൽ ഗാർ സൗറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരുന്ന ഒരു രംഗമുണ്ട്. മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, ഓ അബൂബക്കർ തങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു നിമിഷം എനിക്ക് തരുമോ? ഈ ഉമറിന്റെ ജീവിതം മുഴുവനും നിങ്ങൾക്ക് തരാം. ഏതാണ് ഉമറേ ആ സമയം? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഗാർ സൗറിൽ ഇരുന്ന ആ സമയങ്ങളാണ് സിദ്ദീഖ്. ഇതിലെ 6 സൗറിൽ പോയ ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകും. അള്ളാഹു സാധുക്കളായ നമുക്ക് ഒരുപാട് തവണ അവിടെ എത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞ റമദാനിന്റെ മുമ്പ് ആ ഗാർ സൗറിന്റെ അരികിലേക്ക്, ഗാർ സൗറിലേക്ക് പോകാൻ വിനീതന് ഭാഗ്യം ലഭിച്ചു. അൽഹംദുലില്ലാഹ്. ആ സമയത്ത് ഗാർ സൗറിന്റെ മുകളിലേക്ക് കയറുമ്പോ എനിക്ക് ഓർമ്മ വന്നത് 2 കഥാപാത്രങ്ങളെയാണ്. ഒന്ന് അബൂബക്കർ സിദ്ദീഖ്, ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. രണ്ടാമത്തേതാരാണ്? ദാത്തുൻ നിതാഖൈനി ബീവി അസ്മാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ബീവി അസ്മാ റളിയല്ലാഹു അൻഹയാണ്. സഹോദരിമാരെ, നമ്മൾ കേൾക്കണം, അസ്മാ ബീവിയെ കുറിച്ച് പഠിക്കണം. നമ്മുടെ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് അസ്മാ ബീവിയുടെ ചരിത്രം പഠിക്കട്ടെ.
നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അസ്മാ ബീവിയുടെ ചരിത്രം അറിയട്ടെ. അസ്മാ ബീവി ആ ഗാറ് സൗറിന്റെ മുകളിലേക്ക് കയറി പോകുമ്പോ ആരോഗ്യമുള്ള ഞങ്ങളെ പോലുള്ള ആളുകൾ പോലും 20 തവണ അടക്കം റെസ്റ്റ് എടുത്തിട്ടാണ് മുകളിൽ പോയത്. അസ്മാ ബീവി കൂട്ടുകാരെ 8 മാസം ഗർഭിണിയായ മഹദിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സിദ്ദീഖ് തങ്ങൾക്കും ഭക്ഷണം കൊടുക്കാനാണ് അവിടെ കയറി ചെന്നത്. പല സമയങ്ങളിലും 3 ദിവസത്തിന്റെ ഇടയിലായി കയറി പോയിട്ടുണ്ട്. ആ മഹദിയുടെ നാമമാണ് ബീവി അസ്മാ. അസ്മാ ബീവിയുടെ ചരിത്രം സഹോദരിമാരെ നമ്മൾ പഠിക്കണം. ആ അസ്മാ ബീവി ധീരയായ വനിതയാണ്. ആ അസ്മാ ബീവിയുടെ മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ദീർഘമായ ചരിത്രം അവരെ കുറിച്ചുണ്ട്. നമ്മൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കണമെന്ന് പറയുകയാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സയ്യിദുൽ വജൂദി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടി ഗാറ് സൗറിന്റെ ഉള്ളിലിരുന്ന ആ സമയത്ത് മുത്തുനബി തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഗാറ് സൗറിലേക്ക് അങ്ങ് കയറാൻ നിൽക്കുമ്പോൾ യാ റസൂലല്ലാഹ് അങ്ങ് അവിടെ നിൽക്കുമോ നബിയേ? ഈ സിദ്ദീഖ് ഒന്ന് കയറട്ടെയോ നബിയേ? കയറിയിട്ട് ഞാൻ അവിടെ അങ്ങേക്ക് സുരക്ഷിതമായ ഒരു ഇടം ഒരുക്കിയതിനു ശേഷം മാത്രം അങ്ങ് കടന്നാൽ മതി നബിയേ എന്ന് നബി തങ്ങളോട് പറഞ്ഞ നേതാവാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തം ശരീരമല്ല, സ്വന്തം ആത്മാവല്ല, സ്വന്തം താല്പര്യങ്ങളല്ല, ഹബീബായ നബി തങ്ങൾക്ക് നോവാൻ പാടില്ല. ഹബീബായ തങ്ങൾ വിഷമിക്കരുതേ എന്ന നിശ്ചയദാർഢ്യമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നയിച്ചതെങ്കിൽ എൻ്റെ ഈമാനുള്ള ഉമ്മമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, ഹബീബായ നബിതങ്ങൾ നമ്മുടെ കൽവിലുണ്ടോ? നബിതങ്ങൾ നമ്മെ നിരോധിക്കുന്നുണ്ടോ? നബിതങ്ങൾ ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ഒരു നിമിഷമെങ്കിലും ആലോചിച്ചുകൊണ്ട് ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ രംഗങ്ങളിൽ മുഴുവനും ഇടപെടുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീടുകളിൽ നടക്കുന്ന കല്യാണങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമമനുസരിച്ച് നടത്താൻ ഒരു മുഅ്മിനായ മനുഷ്യന് കഴിയുകയുള്ളൂ. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, നമ്മുടെ മക്കളുടെ വിവാഹം എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമല്ല, അതൊരു തമാശയല്ല. ഹബീബായ മുത്തുനബി തങ്ങൾ അതിന് ചില നിഷ്കർഷതകൾ പറഞ്ഞിട്ടുണ്ട്, അതിന് ചില രീതികൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഈമാനുള്ള സഹോദരങ്ങൾ അതൊക്കെ പരിപാലിക്കണമെന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അന്ത ഉമ്മൻ അം അബൂൻ മറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ലോകത്തൊരാൾക്കും ഉപ്പയും ഉമ്മയുമാകാൻ കഴിയില്ല. ലോകത്തൊരാൾക്ക് ഉമ്മയാകാനേ കഴിയൂ, അല്ലെങ്കിൽ ഉപ്പയാകാനേ കഴിയൂ. എന്നാൽ ലോകത്ത് ഉമ്മയുമാണ് ഉപ്പയുമാണ് നൂറുൽ കൗനൈൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാരണം നമ്മുടെ ഉമ്മമാര് മക്കളെ മറന്നു പോകുന്ന ഒരു രംഗമുണ്ട്, ഉപ്പമാര് മക്കളെ മറന്നു പോകുന്ന രംഗമുണ്ട്, കൂട്ടുകാര് കൂട്ടുകാരെ മറന്നു പോകുന്ന രംഗമുണ്ട്, നേതാക്കന്മാര് അനുയായികളെ മറന്നു പോകുന്ന രംഗമുണ്ട്. അത് മഹ്ശറിലെ രംഗമല്ലേ? അവിടെ
ഫിൽ ഖിയാമത്തി മുസ്ബിഖാ വഅലനാ ഇല്ലാഹ യാ സയ്യിദി ഖൈറൻ നബി. എല്ലാവരെയും മറക്കുന്ന ഒരു രംഗമുണ്ട്. എല്ലാവരും മറന്നുപോകുന്ന സമയത്തും നമ്മളെ ഓർക്കുന്ന നേതാവാണ് റസൂലുള്ളാഹ്. അതുകൊണ്ട് കൂട്ടുകാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ ഖൽബിൽ ഹബീബായ മുത്തുനബി തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം വേണം. നല്ല സ്നേഹം നമ്മുടെ ഖൽബിൽ വേണം. നമ്മുടെ ഖൽബ് ശുദ്ധിയാകണം. അതിന് രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാകണം. എന്റെ സഹോദരിമാരായ കൂട്ടുകാരികളോട് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, എന്നോടും നമ്മളോട് എല്ലാവരോടും സൂചിപ്പിക്കുവാനുള്ളത്, നമ്മൾ സോഷ്യൽ മീഡിയ യുഗത്തിലാണ് ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആധുനികതയുടെ ഒരു ഉപോൽപ്പന്നമാണ്. അത് ചെകുത്താന്റെ സങ്കേതമാണ്. അവിടെ നന്മയുണ്ടോ എന്ന് ചോദിച്ചാൽ നന്മക്ക് ആ ഉപകരണം ഉപയോഗിക്കാൻ പറ്റും എന്നത് ശരി തന്നെ. പക്ഷേ അവിടെ ഹറാമിന്റെ കൂത്താട്ടങ്ങളാണ്. അതിൽ പല പ്രശ്നങ്ങളും ഗൗരവകമായി ഉണ്ട്. പണ്ട് കാലത്ത് ഒളിച്ചോട്ടങ്ങൾ കുറഞ്ഞു പോയിരുന്നു, പ്രേമ കല്യാണങ്ങൾ കുറഞ്ഞിരുന്നു. ഇന്നത് വലിയ മുസീബത്തായി, അത് സാമാന്യവൽക്കരിക്കപ്പെട്ട ഒരു കാലത്താണ്. വകാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔലാ ബിൽ ഇജാബാ. നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മളെ ക്ഷണിക്കുന്നത് ഉമ്മമാരെ തെറ്റിലേക്കാണ്, ഉമ്മമാരെ ഹറാമിലേക്കാണ്. ആ ഹറാമിലേക്ക് ക്ഷണിക്കുന്ന സോഷ്യൽ മീഡിയ നമ്മുടെ ശരീരം, നമ്മുടെ നഫ്സ് തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മുടെ നേതാവ് നമ്മളെ ക്ഷണിക്കുന്നത് കൂട്ടുകാരെ വെളിച്ചത്തിലേക്കാണ്. ആ നബിതങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാൻ കഴിയണം. നബിതങ്ങളെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിച്ച ഒരുപാട് സ്വഹാബത്തിന്റെ ചരിത്രം നമ്മുടെ ഈമാൻ അല്ലാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. എത്രയെത്ര സ്വഭാവത്തിന്റെ ചരിത്രമാണ് നമ്മൾ അറിയേണ്ടത്. ഗൗരവപ്പെട്ട ഒരു കാര്യം ഇടയിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ മക്കൾ നേരെയാവാനുള്ള ഒരു വഴി നിർദ്ദേശിക്കുകയാണ്. ഇന്നിപ്പോ എല്ലാ രക്ഷിതാക്കൾക്കും പരാതിയാണ്, എല്ലാ രക്ഷിതാക്കൾക്കും പരിഭവമാണ്. എന്റെ മകൻ നേരെയാകുന്നില്ല ഉസ്താദേ. പല രക്ഷിതാക്കളും സങ്കടപ്പെട്ടുകൊണ്ട് വിളിച്ച് പറയുകയാണ്, അവന് ദർസിൽ പോകാൻ താല്പര്യമില്ല ഉസ്താദേ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അവനൊരു നസീഹത്ത് കൊടുത്ത് നേരെയാക്കുമോ എന്ന് പറയുമ്പോ നമുക്കും അത് കേൾക്കുമ്പോ വലിയ സങ്കടമുണ്ട്. ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് പറയുന്ന ഒരു കാര്യം, അല്ലിമൂ ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹ്. നമ്മുടെ കുട്ടികൾക്ക് റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് പഠിപ്പിക്കൂ. ചെറുപ്പം മുതൽ തന്നെ റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് നമ്മുടെ കുട്ടികളുടെ മഹബ്ബ് ഖൽബിൽ വരട്ടെ. ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി എന്ന് പറയുന്ന ഒരു പണ്ഡിതനായ ഭരണാധികാരിയുണ്ട്. ആ ഭരണാധികാരിയുടെ ഒരു ഗ്രന്ഥമാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഗ്രന്ഥം, അല്ലിമൂ ഔലാദക്കും മഹബ്ബത റസൂലില്ലാഹ്. കൂട്ടുകാരെ, സഹോദരിമാരെ, ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യമായി കേട്ടത് എവിടുന്നാണ്? നമ്മുടെ ചുറ്റുപാടുമുള്ള വിദേഹത്തിന്റെ ആളുകൾ പറയുന്നത് പോലെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അല്ല കേട്ടോ. നമ്മൾ ഒരാളും ഖുർആനോദി മനസ്സിലാക്കിയിട്ടല്ല നബിതങ്ങളെ പഠിച്ചത്. നമ്മൾ ഒരാളും പുസ്തകം വായിച്ച് പഠിച്ചതല്ല നബിതങ്ങൾ. നമ്മുടെ വീട്ടിലുണ്ടാകേണ്ട ഒരു നബിയുണ്ട്. ആ വീട്ടിലുണ്ടാകേണ്ട നബി എന്ന് പറയുന്നത് മൗലിദിന്റെ ഈരടിയിൽ നിന്ന് നമ്മുടെ കുട്ടികളുടെ ഖൽബിലേക്ക് പ്രവേശിച്ച നബിയല്ലേ. അന്ത മുൻജീനാ ഗദാ, അന്ത മുൻജീനാ ഗദാ എന്ന് തുടങ്ങിയ മങ്കൂസ് മൗലിദിലെ വരികൾ ഇങ്ങനെ ചൊല്ലി ചൊല്ലി അതിന്റെ ജവാബ് ചൊല്ലുമ്പോ നമ്മുടെ കുട്ടികളുടെ അന്തരങ്ങളിലേക്ക് പ്രവേശിച്ച ഒരു നബിയില്ലയോ? ആ നബിയാണ് നമ്മൾ ആദ്യം
ആദ്യമായി പഠിച്ച നബി വല്യപ്പയുടെ കൈപിടിച്ചുകൊണ്ട് മൗലിദിന്റെ സദസ്സിലേക്ക് പോയതോർമ്മയില്ലേ? ആ മൗലിദിന്റെ സദസ്സിൽ നിന്നല്ലേ ആദ്യമായി നബി തങ്ങളെ അറിഞ്ഞത്, അല്ലാതെ ഒരു പുസ്തകത്തിൽ നിന്നുമല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കേട്ടത് നമ്മുടെ കുഞ്ഞു മക്കൾ നബിദിനത്തിന്റെ പ്രോഗ്രാമിൽ നിന്ന് നബി തങ്ങളുടെ കഥകൾ പറഞ്ഞുകൊണ്ടും പാട്ട് പാടിക്കൊണ്ടുമാണ് ഹഖീഖത്തുൽ മുഹമ്മദിയയിലേക്ക് നമ്മുടെ കുട്ടികൾ കടന്നു വന്നത് കേട്ടോ. ആ കാലം അതിന്റെ ശോഭ കെട്ടുപോയി. ഇപ്പോഴും നബി തങ്ങളുടെ റബീഉൽ അവ്വൽ ആഘോഷിക്കരുതെന്ന് പറയുന്നവരുള്ളത് എന്തൊരു കഷ്ടമാണ്. നേതാവിനോട് മഹബ്ബത്തുള്ളവന് അങ്ങനെ പറയാൻ കഴിയുമോ? നമ്മുടെ നേതാവിനോട് മഹബ്ബത്തുള്ളവർക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഞാനൊരു കാര്യം പറയുന്നത്, നമ്മുടെ കുട്ടികൾക്ക് റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് പഠിപ്പിക്കണം, അതിന് നബി തങ്ങളെ കുറിച്ച് പഠിപ്പിക്കണം. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് 20 വല്യപ്പമാരെ കുറിച്ച് 20 വല്യപ്പമാരുടെ പേരറിയുമോ എന്ന് ഒരു +2 വരെ പഠിച്ച ഒരു മദ്രസ പഠിച്ച ഒരു കുട്ടിയോട് ചോദിച്ചപ്പോ ആ കുട്ടിക്ക് അബ്ദുൽ മുത്തലിബിനപ്പുറം ഒരു വല്യപ്പയുടെ പേരും അറിയില്ല. വിനീതനായ എന്റെ ഉമ്മ ചൊല്ലുന്ന പാട്ടിൽ നിന്നാണ് ഞാൻ റസൂലുള്ളാഹിന്റെ 20 വല്യപ്പമാരെ കുറിച്ച് പഠിച്ചത്. ഇശ്റൂന അജ്ദാദുൻ നബിയിൽ മുസ്തഫ അസ്മാഉഹും മഅറൂഫത്തും ബിലാ ഖഫാ അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാസിമുൻ അബ്ദു മനാഫിൻ മുൻതസിബ് ഖുസൈ കിലാബും മുറത്തും കബുൽ ലുഹൈ ഗാലിബു ഫീറുൻ മാലികുൻ നദറുൻ നുഹൈ കിനാനത്തും വഹുസൈമത്തും വമുദിരിക ഇല്യാസു തുമ്മ മുദറും ഗുൻ മുദിരിക നിസാറും വമഅദ്ദും അദ്നാനു തർതീബുഹും താബിഹി തിബിയാനു. അബ്ദുല്ലാഹി എന്നവര് മുതൽ അദ്നാൻ വരെയുള്ള 20 വല്യപ്പമാരുടെ പേര് ഇന്ന് ചൊല്ലിക്കൊടുക്കാൻ പ്രാപ്തിയുള്ള ഉമ്മമാരുണ്ടോ? പഠിക്കാൻ സംവിധാനങ്ങളില്ലേ? നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നു, പലതിലും ചെലവഴിക്കുന്നു. റസൂലുള്ളാഹിന്റെ 20 വല്യപ്പമാരെ കുറിച്ചൊന്ന് പഠിച്ചുകൂടെ കൂട്ടുകാരെ? നബിതങ്ങളുടെ അസ്വാജായ നമ്മുടെ ഉമ്മമാരായ അസ്വാജു റസൂലില്ലാഹ്, നമ്മുടെ ഉമ്മമാരുടെ പേരറിയുമോ? ആയിഷത്തും ഹഫ്സത്തും സൗദ സഫിയത്തും മൈമുനത്തും റംല ഹിന്ദും വസൈനബും കദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തും മർളിയ. നമ്മുടെ ഉമ്മമാരുടെ പേര് നമ്മുടെ കുട്ടികൾക്കറിയുന്നില്ല. നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ പേരറിയുന്നില്ല. നമ്മുടെ 4 മദ്ഹബിന്റെ ഇമാമീങ്ങളുടെ പേരറിയുന്നില്ല. ഖുർആനിൽ പരാമർശിച്ച 25 നബിമാരുടെ പേരറിയുന്നില്ല. ഇതൊന്നും അറിയാതെ നല്ല റോസ്റ്റഡ് ചിക്കനും റീൽസുകളുമായി ജീവിക്കുന്ന നമ്മുടെ തലമുറ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുകയും വേണ്ട. അതുകൊണ്ട് അടിസ്ഥാനപരമായി ആലോചിച്ചോ, പരിഹാരം കണ്ടെത്തിക്കോ. നമ്മുടെ മക്കൾക്ക് റസൂലുള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചോ. ആത്മീയ വിദ്യാഭ്യാസം നന്നായി പരിശീലിപ്പിച്ചോ. നമ്മുടെ മദ്രസകൾ അതിനുള്ളതാണ്, നമ്മുടെ ഉസ്താദുമാർ അതിനുള്ളതാണ്, നമ്മുടെ ഇവിടുത്തെ ദർസ് അൽഹംദുലില്ലാഹ് അതിനുള്ളതാണ്. അത് പരിശീലിപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ വളരട്ടെ, അവര് വികസിക്കട്ടെ. എത്ര പ്രായമുള്ളവർക്കും പഠിക്കാനുള്ള സംവിധാനമുണ്ട്. മക്കളെ, കൂട്ടുകാരെ, നമുക്ക് സമ്പത്ത് കൂടെ ഉണ്ടാകൂല. ഈ ഭൗതികമായ ഭവനം അവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഖബറിലേക്ക് പോവുക. നമ്മുടെ മക്കൾ
മക്കളും നമുക്കുണ്ടാകില്ല. നമ്മളെ ഖബറിലുള്ളൂ. ആഖിറത്തിലെ ശിക്ഷ നേരിടാൻ നമ്മളെ ഉള്ളൂ. മക്കൾ സ്വാലിഹായാൽ നല്ലത്, അല്ലെങ്കിൽ അതും നമുക്ക് പ്രതീക്ഷയില്ല. അതുകൊണ്ട് നല്ല ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നന്നായി ഒരുങ്ങി തയ്യാറായി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിച്ച് നന്നായി ഖൽബിൽ മഹബ്ബത്ത് വെച്ചുകൊണ്ട് ജീവിക്കാൻ സാധുക്കളായ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വലിയ പ്രതീക്ഷ വേണം. നബിതങ്ങളെ കുറിച്ച് നല്ല ആശ വേണം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടാത്ത ആളുകളാണ്. നമുക്കെല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ട്. നമുക്കെല്ലാവർക്കും നമ്മുടെ റബ്ബിനെ കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷകളാണ് കൂട്ടുകാരെ നമ്മളെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആരും എൻ്റെ വാക്കുകൾ കേട്ട് നിരാശരാകരുത്. റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടണം. നബിതങ്ങളെ കുറിച്ച് പഠിക്കാൻ താല്പര്യപ്പെടണം. കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഖലമുൽ ഇസ്ലാം ബാബ ഉസ്താദിന്റെ അരികിൽ പോയിരുന്നു. ഉസ്താദിന്റെ അരികിൽ നിന്നും ഉസ്താദ് തന്നെ എഴുതിയ ഖുലാസ എന്ന് പറയുന്ന കിതാബ് മുതഅല്ലിമീങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി പോയതാണ്. ആ സമയത്ത് ബറക്കത്തിന് വേണ്ടി സയ്യിദുൽ ബശർ എന്ന് പറയുന്ന ഒരു കിതാബ്, ആ കിതാബ് ഉസ്താദിൽ നിന്ന് ഇജാസത്ത് സഹിതം വാങ്ങാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് ഈ റബീഉൽ അവ്വൽ ആകുമ്പോഴേക്കും അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ആ സയ്യിദുൽ ബശർ അവ്വൽ മുതൽ ആഖിർ വരെ ദർസ് നടത്താൻ വിനീതനായി എനിക്ക് കഴിഞ്ഞു. അപ്പോഴാണ് സഹോദരന്മാരെ അറിയുന്നത്, നമ്മൾ നമ്മുടെ നേതാവിനെ പഠിച്ചിട്ടില്ല, നമ്മൾ നമ്മുടെ നേതാവിനെ അറിഞ്ഞിട്ടില്ല. അറിയാത്ത അത്രയും വലുപ്പമാണ് നബിതങ്ങൾക്ക്. നമുക്കൊന്നും അറിയില്ല എന്ന അറിവും ഉണ്ടാകാതിരിക്കരുത്. അതിനുവേണ്ടിയാണ് പറഞ്ഞത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. ഓ അല്ലാഹു തആല ഖുർആനിൽ നമ്മളോട് പറയുന്നുണ്ടല്ലോ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. സ്വന്തം ശരീരത്തോട് അതിക്രമം ചെയ്ത എൻ്റെ അടിമകളെ, അല്ലാഹുവിന്റെ ഒരു ശൈലി നോക്കൂ നിങ്ങൾ. എൻ്റെ അടിമകളെ എന്നാണ് വിളിക്കുന്നത്. തെറ്റു ചെയ്തു പോയല്ലേ, ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയല്ലേ, നിങ്ങളുടെ ദുർബല നിമിഷത്തിൽ നിങ്ങൾ എന്നെ മറന്നുവല്ലേ, നിങ്ങൾ അല്ലാഹുവിനോട് പരിധി ലംഘിച്ചുവല്ലേ. നിങ്ങളോട് പറയാനുള്ളത് ഇബാദി, എൻ്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അല്ലാഹ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ റബ്ബിനോട് നമുക്ക് എന്തൊരിഷ്ടമാണ്, നമ്മുടെ റബ്ബിന് നമ്മോട് എന്തൊരിഷ്ടമാണ്. അവൻ നമ്മളെത്ര തെറ്റു ചെയ്തിട്ടും നമ്മളോട് അവൻ പ്രതിക്രിയ ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ചെയ്ത ദുൽമുകൾക്ക് അവൻ പ്രതികാരമെടുത്തിട്ടില്ലല്ലോ, അക്രമം കാണിച്ചിട്ടില്ലല്ലോ. എന്നിട്ടും അല്ലാഹ് നമ്മളെ വിളിക്കുന്നത് യാ ഇബാദി, എൻ്റെ അടിമകളെ, നിങ്ങൾക്ക് തെറ്റു പറ്റിപ്പോയല്ലേ. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവാകുന്ന രക്ഷിതാവാകുന്ന എന്റെ റഹ്മത്തിൽ നിന്ന്, എന്റെ കരുണയിൽ നിന്ന്, എന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിയരുതേ, നിങ്ങൾ നിരാശപ്പെടരുതേ. ഒരു മുഅ്മിനായ മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നില്ല. കാരണം നമുക്ക് ഈ ജീവിതത്തിൽ എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും, എത്ര പ്രാരാബ്ധങ്ങൾ ഉണ്ടായാലും, എന്റെ ഈ രണ്ട് കൈ എനിക്ക് നഷ്ടപ്പെട്ടാലും, എന്റെ ഈ കാല് നഷ്ടപ്പെട്ടാലും, എന്റെ ശരീരം അനങ്ങാൻ വയ്യാതെ എനിക്ക് കിടക്കേണ്ടി വന്നാലും, നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് നിരാശപ്പെടരുതേ, ആത്മഹത്യ ചെയ്യരുതേ. ഈ ജീവിതം ഒരു ജീവിതമല്ല. ഈ ദുനിയാ
ഇതൊരു ചെറിയ ജീവിതമാണ്. ഇനിയൊരു ജീവിതം വരാനുണ്ടെന്ന ബോധം നമുക്ക് വേണം. അത് ആഖിറത്തിലെ ജീവിതമാണ്. ആ ബോധമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എന്ത് വാല്യൂ ആണ്? കുറെ ഭൗതികന്മാരെ കണ്ടില്ലേ, അവർ ഈ ദുനിയാവിന്റെ പിറകിൽ നടക്കുകയാണ്. മുഅ്മിനീങ്ങളായ നമ്മളും അതുപോലെയായാൽ ഈ ജീവിതം നമുക്ക് നഷ്ടമല്ലേ? നമുക്ക് സമ്പാദ്യം വേണം, നമുക്ക് കച്ചവടം വേണം, നമുക്ക് മക്കൾ വേണം, വലിയ വീട് വേണം, വണ്ടി വേണം, നമുക്ക് ഭൗതികമായ സൗകര്യങ്ങൾ അല്ലാഹ് അനുവദിച്ചതൊക്കെ വേണം. അതിനേക്കാളുപരി നമുക്ക് ആഖിറം വേണം. ആ ഒരു ചിന്തയാണ് മുതഅല്ലിമീങ്ങളെ നമുക്ക് വേണ്ടത്. ഭൗതികമായ വിദ്യാഭ്യാസം നമുക്ക് വേണം. അത് നമ്മളെ രക്ഷപ്പെടുത്തുമെന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കണ്ട. ഭൗതിക വിദ്യാഭ്യാസം ഒരാളെയും രക്ഷപ്പെടുത്തുന്നില്ല. അല്ലാഹനെ കുറിച്ചുള്ള ഇൽമുണ്ടോ, റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ഇൽമുണ്ടോ, എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ എന്ന ചിന്ത വേണം. അതിനർത്ഥം ഭൗതികമായ വിദ്യാഭ്യാസം വേണ്ടെന്നല്ല. അല്ലാഹനെ മറന്നുകൊണ്ടുള്ള ഒരു ഭൗതിക വിദ്യാഭ്യാസം വേണ്ട. ഞാൻ ഈ അടുത്ത് എറണാകുളത്തൊരു വീട്ടിൽ പോയി. ആ വീട്ടിലെ ഉമ്മയും ഉപ്പയും, വയസ്സായ ഉമ്മയും ഉപ്പയുമാണുള്ളത്. അവരുടെ 2 മക്കളും വലിയ വെൽ ഡെസിഗ്നേറ്റഡ് ആയ ജോലി ചെയ്യുന്ന ആളുകളാണ്. അവരെ കണ്ടിട്ട് 6 മാസമായി ആ ഉമ്മയും ആ ഉപ്പയും. ഞാൻ അവരോട് ബന്ധപ്പെട്ട് നോക്കി. ഞാൻ ഇങ്ങനെ ഒരു സൗഹൃദത്തിലുള്ള ആളുകളായതുകൊണ്ട് കൂട്ടുകാരെ, ആ ഉമ്മയും ഉപ്പയും സങ്കടത്തിലാണ്. അവര് ജോലിക്ക് പിറകെയുള്ള ജോലിയിലാണ്, അധ്വാനത്തിന് പിറകെയുള്ള അധ്വാനത്തിലാണ്. അധ്വാനം വേണം, അത് ശരി തന്നെ. അതിലപ്പുറം അല്ലാഹനെ മറക്കരുതേ. ഈ ജീവിതം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ജീവിതമാണ്. ഈ ദുനിയാ അഖല്ലു മിനൽ ഖലീൽ വആശിഖുഹാ അദല്ലു മിനൽ ദലീൽ. ഈ ജീവിതത്തിന്റെ പിറകിൽ നമ്മൾ പോകരുത്. ഈ ജീവിതം കഴിഞ്ഞ് മരണത്തോടുകൂടി ആരംഭിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ട്. ആ വിശ്വാസം എന്റെ കൽവിൽ വേണം, ആ വിശ്വാസം എന്റെ മനസ്സിൽ വേണം. ആ വിശ്വാസത്തോടുകൂടി ജീവിച്ചാലാണ് നമ്മുടെ ജീവിതം സാർത്ഥകമാകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളെല്ലാവരും വരേണ്ടത്, നമ്മളെല്ലാവരും സഞ്ചരിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ആശയത്തിലേക്കാണ്. നമ്മുടെ ആശ മുറിഞ്ഞു പോകരുതേ. മരിക്കാൻ കിടക്കുന്ന സമയത്തും എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന ചിന്ത വേണ്ട. 1 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ആ 1 മിനിറ്റ് നിങ്ങൾ ഉപയോഗിച്ചോ. നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടതാണ്. ജീവിതത്തിൽ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞതാണ്. അത് തിരിച്ചു പിടിക്കാൻ ഒരു യന്ത്രവും നമ്മുടെ കയ്യിലില്ല. അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം വേണ്ട. അതുകൊണ്ട് പ്രിയം നിറഞ്ഞവരെ, നമുക്ക് പ്രതീക്ഷ വേണം. ആ പ്രതീക്ഷ എന്തിനാകണം? നാളെ അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വലനാ ഇല്ലായാ സയ്യിദി ഖൈറൻ നബി. എല്ലാവരും നമ്മളെ മറന്നുപോകും. അപ്പ നമ്മളെ ഓർക്കാനുള്ള നേതാവാണ് നബിതങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ബോധത്തോടുകൂടി, ആ ഒരു എണ്ണയിനോടുകൂടി മുത്തുനബി തങ്ങളെ സ്നേഹിക്കണേ. അങ്ങനെ നബിതങ്ങളെ സ്വപ്നം കാണാൻ പൂതി വെച്ചുകൊണ്ട് നാളെ ആഖിറത്തിൽ എന്റെ കൈ പിടിക്കാൻ നബിതങ്ങൾ വേണമെന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് കൂട്ടുകാരെ, നമ്മുടെ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ചെന്നാൽ നമ്മളെ നബിതങ്ങൾ തിരിച്ചറിയണ്ടേ, നമ്മളെ അറിയണ്ടേ. നമ്മൾ തീർച്ചയായും റസൂലുള്ളാഹിന്റെ അരികിലെത്തൂലേ. അപ്പ സാധുക്കളായ നമ്മളെ നബിതങ്ങൾ തിരിച്ചറിയണമെങ്കിൽ, അതിന് തിരിച്ചറിയണമെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തല്ലേ പറ്റൂ. സ്വലാത്തിന്റെ പദ്ധതിയുടെ ഉസ്താദ് നേരത്തെ പറയുന്നതായി കേട്ടു. നന്നായി സ്വലാത്ത് ചൊല്ലിക്കോ, നന്നായി ഇടവേളകൾ കിട്ടുമ്പോൾ മുഴുവൻ സ്വലാത്ത് ചൊല്ലിക്കോ.
അൻവറൂ. നബിയേ 14-ാം രാവിലെ പൗർണമി ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ച് പ്രകാശിച്ച് നിൽക്കുമ്പോ ഞാൻ ആ ചന്ദ്രനിലേക്കും നോക്കി, അങ്ങയുടെ മുഖത്തേക്കും നോക്കി. പക്ഷേ ആ 14-ാം രാവിന്റെ ചന്ദ്രന്റെ പൗർണമിയേക്കാൾ വലിയ പ്രകാശം അങ്ങയുടെ മുഖത്തു തന്നെ. നബിതങ്ങളുടെ മുഖം കാണുമ്പോഴേക്ക് മേഘങ്ങളും മഴ ഇങ്ങനെ പെയ്യിപ്പിക്കുന്നത് പാട്ടുപാടിയത് നബിതങ്ങളുടെ മൂത്താപ്പയായ അബൂ ത്വാലിബല്ലേ. ബുർദയിൽ എത്ര മധുണ്ട്, മങ്കൂസ് മൗലിദിൽ നമ്മൾക്ക് കാണാതെ അറിയുന്ന എത്ര മദീന്റെ വരികളുണ്ട്. ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുരിബ അൻ ഉനാതികും ബിഫമീ. നബിതങ്ങളുടെ മധുണ്ടോ പറഞ്ഞാൽ തീരുന്നു, നബിതങ്ങളുടെ വിശേഷണം പറഞ്ഞാൽ തീരുന്നതല്ല. ഔസാഫുഹു മാ യൻതഹി തഅദാദുഹാ ഫൽമദു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സദി. നബിതങ്ങളുടെ വിശേഷണങ്ങൾക്ക് അറ്റമില്ല, നബിതങ്ങളുടെ വിശേഷണങ്ങൾക്ക് പരിധിയില്ല. ആ പരിധിയില്ലാത്ത സ്നേഹ പ്രപഞ്ചത്തെ പഠിക്കാൻ മുഅ്മിനീങ്ങളെ ഈ റബീഉൽ അവ്വൽ നാം ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഈ മജ്ലിസ് നമുക്ക് വലിയ പ്രതീക്ഷയാണ്. ഈ മജ്ലിസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്ന മജ്ലിസാണ്. അതുകൊണ്ട് ആശ മുറിയാതെ പ്രതീക്ഷയോടുകൂടി ഇരുന്നോ, പ്രതീക്ഷയോടുകൂടി ജീവിച്ചോ. ആ മുത്തനബിതങ്ങൾ നാളെ നമ്മളെ കൈപിടിക്കാനുണ്ടാകണം. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ റസൂലുള്ളാഹിന്റെ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. തെറ്റുപറ്റിപ്പോയ ആളുകൾക്ക് കൂടി ഉപകാരപ്പെടുന്ന ഒരു ചരിത്രം മഹാനായ ഇബ്നു ഖുദാമ തങ്ങൾ അവിടുത്തെ കിതാബ് തവ്വാബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു മഹാനവരിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. റജുലുൻ മിമ്മൻ യുമാരിസുൽ മആസി വൽ ഖദൂറാത്ത്. തെറ്റുകൾ ധാരാളം ചെയ്തിരുന്ന ഒരു സഹോദരൻ, ധാരാളം മ്ലേച്ഛവൃത്തികളിലൂടെ കടന്നുപോയിരുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരൻ ഒരു ദിവസം അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹുവിന്റെ മഹാനവറുകളുടെ ദർസിന്റെ ആ മജ്ലിസിലേക്ക് വന്നു. ആരാണ് അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു എന്നറിയുമോ? ഇമാം അഹ്ലി സുന്നത്ത് ജമാഅത്തിന്റെ ഇമാം എന്നറിയപ്പെട്ട മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു ദീർഘമായ കാലം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഭരണാധികാരികളുടെ അടികൊണ്ട മഹാനാണ്. ക്രൂരമായ തീക്ഷ്ണാനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴും നിലപാടുകൾ ദീനിന്റെ പേരിൽ ഉയർത്തിപ്പിടിച്ച മഹാനരാണ് അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി. ലോകത്ത് മുൻകഴിഞ്ഞു പോയ ഇമാമിങ്ങളുടെ മുഴുവനും ചരിത്രം അങ്ങനെയാണ്. ഇമാമുനൽ ബുഖാരി, ഇമാമുനൻ നബവി, ഇമാമുനൽ ശാഫിഈ, ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി, ഇങ്ങനെ തുടങ്ങി മുൻഗാമികളായ ഈ ദീനിന്റെ നേതാക്കൾ
സഹാബാക്കളുടെ മുഴുവനും അവസ്ഥകളും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും പട്ടുകത്തയിലൂടെ ഒരു നേതാവും വളർന്നിട്ടില്ല. സുഖസൗകര്യങ്ങളിലൂടെ ഒരാളും രൂപപ്പെട്ടിട്ടില്ലെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഈ തെറ്റ് ചെയ്യുന്ന തെമ്മാടിയാണ് എന്ന് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കരുതിയിരുന്ന ആ അയൽവാസിയായ മനുഷ്യൻ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മജ്‌ലിസിൽ ഇരിക്കുകയാണ്. فجاء يوما إلى مجلس أحمد يسلم عليه. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മജ്‌ലിസിലേക്ക് വന്നുകൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് സലാം പറഞ്ഞു. എന്നാൽ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സലാം മടക്കിയില്ല. കാരണം ഒരു തെമ്മാടിയായ മനുഷ്യനാണ്. ഇവനോട് സലാം മടക്കിയാൽ മറ്റുള്ള ആളുകൾ തെറ്റിദ്ധരിക്കും. ബിദ്അത്തിന്റെ ആളുകളോട് ഒരുപക്ഷെ നമ്മൾ സലാം മടക്കാറില്ല. അതെന്തുകൊണ്ടാണ് സഹോദരന്മാരെ? അത് നമ്മൾ അറിയേണ്ടത്, നമ്മൾ ബാത്റൂമിൽ ഇരിക്കുന്ന ഒരുവനോട് സലാം പറയുമോ, തെറ്റായ അഖീദ വിശ്വസിക്കുന്ന ആളുകളോടുള്ള ഇസ്ലാമിന്റെ ഒരു നടപടിക്രമമാണ്, ഒരു പ്രോട്ടോകോളാണ് സലാം പറയാതിരിക്കുക എന്നത്. ആ അർത്ഥത്തിൽ മഹാനരായ അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റളിയല്ലാഹു അൻഹു സലാം മടക്കിയില്ല. അപ്പോഴാണ് ആ സഹോദരൻ പറയുന്നത്, യാ അബാ അബ്ദില്ലാ, നിങ്ങൾ എന്നോട് സലാം മടക്കിയില്ലല്ലേ? നിങ്ങൾ അറിയേണ്ടത് ദീർഘമായ ചരിത്രമാണ്, ചുരുക്കി പറയുകയാണ്. നിങ്ങൾ അറിയേണ്ടത്, ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന തെറ്റുകളിൽ നിന്നെല്ലാം ഞാൻ മാറി നിന്നുപോയി. അല്ലാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് ഖാലിഖായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ചു. അല്ലാഹ് എന്റെ തൗബ സ്വീകരിച്ചു പോയി. അതിന്റെ അടയാളം എന്താണെന്നറിയുമോ? قال رأيت النبي صلى الله عليه وسلم في النوم كأنه على علو من الأرض وناس كثير. ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ ഇരുത്തത്തിന്റെ ഇടയിലായി മുത്തുനബി തങ്ങളെ ഞാൻ കണ്ടു. അബാ അബ്ദില്ലാ, ഇമാം അവറുകളെ, നബി തങ്ങളെ ഞാൻ കണ്ടുപോയി. ആ കണ്ടപ്പോൾ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ അരികിലിരിക്കുന്നുണ്ട്, അടിയിലിരിക്കുന്നുണ്ട്. നബി തങ്ങൾ ഒരു ഉയർന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. ആ ഉയർന്ന സ്ഥലത്തിരിക്കുമ്പോ ജനങ്ങളെല്ലാവരും മജ്‌ലിസ് കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് പോയി. നബി തങ്ങളുടെ അരികിൽ പോയി കൈ കൊടുക്കുന്നുണ്ട്, ദുആ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ മാത്രം പോയില്ല. ഞാൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ നിന്നു. ഓരോ ആളുകളായി പോയി. ആ സമയത്ത് എന്റെ മനസ്സിൽ വന്നത്, ഞാനൊരു തെറ്റ് ചെയ്യുന്നവനല്ലേ, ഞാനൊരു തെമ്മാടിയല്ലേ, എന്നിൽ നിന്നും ധാരാളം തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടല്ലോ. എന്റെ മുത്തുനബി തങ്ങളുടെ വിശുദ്ധമായ കൈ പിടിക്കാൻ എന്റെ കൈക്ക് അർഹതയില്ലല്ലോ എന്ന് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ അയൽവാസിയായ ആ മനുഷ്യൻ ഇങ്ങനെ മനസ്സിൽ നനച്ചിരിക്കുന്ന നേരത്ത് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ വിളിച്ചു, മോനെ ഇങ്ങോട്ട് വാ എന്ന് റഹ്മത്തുൽ ലിൽ ആലമീനായ നബി തങ്ങൾ വിളിച്ചു. മുഅ്മിനീങ്ങളെ, നമ്മുടെ പ്രതീക്ഷ അവിടെയാണ്. അല്ലാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് നന്നായി നബി തങ്ങളെ ഇഷ്ക് വെച്ചുകൊണ്ട് നന്നായി ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മുത്തുനബി തങ്ങൾ നമ്മളെ സ്വീകരിക്കും, അല്ലാഹ് നമ്മളെ കബൂലാക്കും എന്ന ഒരു ചിന്തയോടുകൂടി നമുക്ക് ജീവിക്കണം.
തങ്ങൾ പറഞ്ഞു, ഞാനിങ്ങനെ നാണത്തോടു കൂടിയിരിക്കുകയായിരുന്നു. ഞാനൊരു നാണത്തോടു കൂടി ഇരിക്കുകയാണ്. കാരണം എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട്, എനിക്കൊരുപാട് അരുതായ്മകൾ വന്നു പോയിട്ടുണ്ട്. എന്റെ തെറ്റുകളിൽ നാണിച്ച് ഞാൻ എങ്ങനെ റസൂലുള്ളാഹിന്റെ മുബാറക്കായ കൈപിടിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് നബി തങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ ഇങ്ങോട്ട് വാ, നീ നാണിക്കേണ്ടതില്ല. ഫഇന്നക ലാ തസുബു അഹദൻ മിൻ അസ്ഹാബി ഫഖും ഫസല്ലി അദുലക. മോനെ എഴുന്നേറ്റ് വന്ന് എന്നോട് ചോദിച്ചോ, ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്യാൻ തയ്യാറാണ് എന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇതങ്ങ് കേൾക്കുമ്പോഴേക്ക് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്കെല്ലാവർക്കും വലിയ പ്രതീക്ഷ വേണം. നമുക്ക് നാളെ ആഖിറത്തിൽ മുത്തുനബി തങ്ങളെ കാണാൻ കഴിയണം. അതിന് നന്നായി ഒരുങ്ങിക്കോ. ഈ റബീഉൽ അവ്വൽ ഉപയോഗപ്പെടുത്തിക്കോ. അടുത്ത റബീഉൽ അവ്വലിൽ നമ്മൾ ഉണ്ടാകുമോ എന്നതിനൊരു നിശ്ചയവും ഇല്ല. കഴിഞ്ഞ റബീഉൽ അവ്വലിൽ നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന എത്ര പേരിപ്പോ ഖബറിലാണ്. ഇതുപോലെ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഇതേ വേദിയിൽ പ്രഭാഷണം നടത്തിയ മസ്ഊദ് സഖാഫി ഉസ്താദ് എവിടെ? നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയവരെവിടെ? നബി തങ്ങളെ സ്നേഹിക്കലല്ലാതെ നമ്മുടെ മുന്നിൽ ഒരു വഴിയുമില്ല, ഒരു മാർഗവുമില്ല. അതാണ് രക്ഷപ്പെടാനുള്ള മാർഗം. ഇതിലാതെ കാമിലരായ മുത്തുനിബിതങ്ങൾ പൂർണ്ണതയുടെ എല്ലാ വിശേഷണങ്ങളുമുള്ള നിബിതങ്ങളെ പിന്തുടരലല്ലാതെ നമ്മുടെ മുന്നിൽ ഒരു മാർഗവുമില്ലെന്ന് ആലോചിച്ചുകൊണ്ട് ഖാലിഖായ റബ്ബ് നമുക്ക് ആ ബോധം നൽകട്ടെ. റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് ജീവിക്കണം. ഈ തെറ്റ് പറ്റി അതിൽ നിന്നും തൗബ ചെയ്ത ആൾക്ക് പോലും നബി തങ്ങൾ വലിയ പ്രതീക്ഷയായി റഹ്മത്തായി കൂടെ നിൽക്കാനുണ്ടെങ്കിൽ നമുക്കും പ്രതീക്ഷയാണ്. മുത്തുനബി തങ്ങൾ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഉമ്മത്തിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ള മുത്തുനബി തങ്ങൾ അവിടുന്ന് വഫാത്തിന്റെ അവസരത്തിലും മുത്തുനബി തങ്ങൾ നമ്മളെ ഓർത്തിട്ടുണ്ട്. ശഫാഅത്തിന്റെ അവസരത്തിലാണ് ആ ഓർമ്മയുടെ പാരമ്യത നമുക്ക് അനുഭവിക്കാനുള്ളത്. അലം നശ്റഹ് ലക സദ്റക വറഫഅനാ ലക ദിക്റക. നബിയേ, അങ്ങയുടെ ഓർമ്മകളെ നാം ഉയർത്തിയിരിക്കുന്നു നബിയേ എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് വലിയ ഓർമ്മകൾ തന്നിരിക്കുന്നു നബിയേ. 6-ാം വയസ്സിൽ ആമിന ബീവി റളിയല്ലാഹു അൻഹ, ആരാണ് മുഅ്മിനെ ആമിന ബീവി? അതുഹരി ഫതാത്തിൻ ഫിൽ അറബി, അറബി വംശത്തിൽ അതുപോലെ ഒരു വിശുദ്ധ വനിതയില്ല. ആരാണ് കൂട്ടുകാരാ? അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. അതുപോലെ ഒരു പവിത്ര വ്യക്തിത്വം അന്നാട്ടിൽ ഇല്ല. ഒരുപാട് സ്ത്രീകളെ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ പിറകിൽ വന്നുകൊണ്ട് എന്നെ ഒന്ന് വിവാഹം കഴിക്കാമോ എന്ന് പറഞ്ഞതായി ചരിത്രത്തിൽ വായിക്കാനുണ്ട്. അതുഹരി ഫതാത്തിൻ ഫിൽ അറബി, അറബികളിൽ വെച്ച് ഏറ്റവും നല്ല മഹിത വനിതയായ ആമിന ബീവിയെയാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തത്. ആ ആമിന അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ ദമ്പതികളിൽ നിന്നാണ് വിശുദ്ധ ജന്മം
ആ പിറവി കൊണ്ട മാസമാണ് റബീഉൽ അവ്വൽ. ആ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് വരുന്നു. ആ റബീഉൽ അവ്വൽ നമ്മൾ നന്നായി ആഘോഷിക്കാൻ പോവുകയാണ്. ഈ ആഘോഷത്തിന്റെ ഇടയിൽ മറന്നു പോകരുതേ റസൂലുള്ളാഹിനെ പഠിക്കാൻ, റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ചൊല്ലാൻ. അഹ്യാ റബീഅൽ ഖൽബി ശഹ്റുൽ മൗലിദി. നമ്മുടെ കൽബുകളുടെ വസന്തം മുഴുവനും ഉണരേണ്ട മാസമാണ്. നമ്മൾ ആത്മീയമായി ഉയരേണ്ട മാസമാണ്. സാധുക്കളായ ഞങ്ങൾക്ക് അതിന് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.